മുകളിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഈ സൈഡിൽ ഈ സംഭവ സ്ഥലത്ത് ചൂരൽമല ഉണ്ടായിരുന്ന ആരെങ്കിലും? ഇത് ഇന്നലെ പിന്നെ വൈകുന്നേരം മഴ, ശക്തമായ മഴയായിരുന്നു. അതല്ല, രാവിലെ മുതലേ ശക്തമായ മഴയായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നിട്ട് പുഞ്ചിരിമട്ടം ഭാഗത്തുള്ള കോളനി വാസികളൊക്കെ ഇവിടെ ക്യാമ്പിലേക്ക് ഞങ്ങളൊരു 3 മണിക്ക് പുഞ്ചിരിമട്ടം ഭാഗത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ സ്കൂളിലേക്ക് പിന്നെ അവിടുത്തെ മാറ്റി പാർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്ത് അധികൃതർ ഇവിടുന്ന് രാത്രിയാണ് പോകുന്നത്. അതിനുശേഷമാണ് ഈ മുണ്ടക്കയിൽ ഈ പൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അത് അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്നും വ്യക്തമല്ല. കാരണം അവിടെ നിന്നുള്ള ഫോൺ കോളുകൾ മാത്രമാണ്. ഇപ്പോൾ ആ ഫോൺ കോളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ അടിയന്തരമായിട്ട് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആദ്യം വേണ്ടത്. അവിടുന്ന് ഒരാളും ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. അവിടെ ഇന്നലെ വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇന്ന് ആരും അവിടെ നിന്ന് വന്നിട്ടില്ല. അവിടെ നിന്ന് വരാനുള്ള മാർഗം ഉള്ള ഏക ആശ്രയ വഴി ഇതാണ്. അത് ഈ പാലം തകർന്നതോടുകൂടി ഒരാൾക്ക് അവിടെ നിന്ന് വരാനും വയ്യ. ഈ ചൂരൽമലയിൽ എന്താ സംഭവിച്ചത്? അതിനുശേഷം നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചത്? മുണ്ടക്കയിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ അവിടുന്ന് വന്നതാണോ? അല്ല, ഇന്നലെ രാത്രിയോട് വന്നതാണ്. ഇന്നലെ മഴ കൂടിയപ്പോൾ രാത്രി കൊണ്ട് വന്നതാണ്. പക്ഷെ നമ്മള് ബാക്കിയവർക്ക് പാടിയിലും വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ടാ കാല് കൊണ്ടാണ് വിളിച്ചോണ്ട് നിൽക്കേണ്ടത്. എന്റെ ഫോണിൽ മാത്രം റേഞ്ച് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരും ആരെ ഫോൺ അങ്ങോട്ടും കിട്ടുന്നില്ല. ഓരോരുത്തർ വിളിച്ചിട്ട് പാടിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കൈ കൊണ്ടാ കാല് കൊണ്ടെങ്കിലും വേറെ ഓടിവാടാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ അവിടുത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റുന്നില്ല. മൊത്തം നമ്മളൊരു അമ്പലക്കുന്നൊക്കെ ഉണ്ട്. അമ്പലക്കുന്ന് അവിടെയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പള്ളിന്റെ അവിടെ ഫുൾ അവിടുത്തെ ഉസ്താദന്മാർ കാര്യങ്ങളും എല്ലാവരും കുടിയും കിടക്കാന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും 100-300 മീറ്റർ വരെ കാണുന്നില്ല എന്നാ പറയുന്നത്. 100 മീറ്റർ അങ്ങോട്ട് കാണുന്നില്ല പറയുന്നത്. പക്ഷെ ഓരോരുത്തർ വിളിച്ചിട്ട് കൈ കൊണ്ടാ കാല് കൊണ്ടാന്ന് പറയുന്നുണ്ട്. കാരണം എന്നെ വിളിച്ചാൽ കിട്ടും. ഞാൻ ഇവിടെ വന്നത് ഇന്നലെ വന്നതാണ്. മുണ്ടക്കൈ ഇന്നലെ വന്നതാണ്. വിളിച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നത് പോലും അത്രയും ഡേഞ്ചറുള്ള അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടെ പൊട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല, ഇവിടെ പൊട്ടിയില്ല. അവിടെ പൊട്ടിയതിന്റെ വ്യാപ്തി ഇങ്ങോട്ട് വരുന്നതാണ്. ഇപ്പൊ രണ്ടാമതും പൊട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ വ്യാപ്തി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. കാരണം ഈ മുണ്ടക്കൈയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. ചൂരൽമലയിലാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 സ്ഥലവും അടുത്തടുത്തുള്ള ഈ മലയോര മേഖലയിലെ 2 പ്രദേശങ്ങളാണ് ചൂരൽമലയും മുണ്ടക്കൈയും. ഈ ചൂരൽമലയിലെത്തി എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂട ജില്ലാ കലക്ടറും SP ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. പക്ഷേ ആർക്കും ഒരു രക്ഷ NDRFന് അടക്കം മറുവശത്തേക്ക്, അതായത് ഈ സംഭവം ഉണ്ടായ സ്ഥലത്തേക്ക് ആർക്കും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സൈന്യത്തിന്റെ സഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടതായി നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ സൈന്യത്തിന്റെ സേവനം, ടെമ്പററി പാലം നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. മാത്രമല്ല ഒരു NDRF സംഘത്തെയെങ്കിലും മറുവശത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നതാണ് മറ്റൊരു കാര്യം. ഇവിടെ ഇപ്പോൾ ഈ ചൂരൽമല ടൗൺ, ഈ ഉരുൾപൊട്ടിയ മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകിയെത്തിയ ചളിയും വെള്ളവുമൊക്കെ ചൂരൽമല ടൗണിലടക്കം മൂടിയിരിക്കുകയാണ്. ആ ചളിയൊക്കെ JCB നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അല്ല യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇവിടെ നിന്നും അപ്പുറത്താണ്, പുഴയ്ക്ക് അക്കരെയാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ഒരു ധാരണയുമില്ല. അവിടെ നിന്ന് ഫോൺ കോൾ വന്ന് നമ്മളോട് ഒരാൾ ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ. അവിടെ നിന്ന് ഫോൺ വിളിച്ച് ഇപ്പോഴും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയില്ല. ഇവിടെ ഈ ടൗൺ ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമല ടൗൺ രക്ഷാപ്രവർത്തകർക്ക് പോലും മറുവശത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 3 മണി സമയത്ത് ഞങ്ങളടക്കം മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ വലിയ മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് എന്നറിഞ്ഞാണ് ഞങ്ങൾ പോലും അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോകുന്നതടക്കം അപകടകരമാണ് എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു 3 മണിക്ക് പോകുന്ന സമയത്ത് വലിയ മഴ ഉണ്ടായിരുന്നില്ല. എങ്കിലും രാത്രി വീണ്ടും മഴ കനക്കുകയും 1 മണിയോടെ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. അതിനുശേഷം ഒന്നിലധികം ഉരുൾപൊട്ടലുണ്ടായി. 4 മണിയോടെ ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ളതാണ് പിന്നീട് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു ജനവാസ മേഖലയാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. എസ്റ്റേറ്റ് മേഖലയാണ്. കൂടുതലായും തോട്ടം തൊഴിലാളികളും അങ്ങനെയുള്ള ആളുകളാണ് ഉള്ളത്. ഈ മുണ്ടക്കൈ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വനമേഖലയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. മലപ്പുറവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനത്തിനൊക്കെ പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലുണ്ടായി ഒഴുകുന്ന വെള്ളം ചാലിയാറിലേക്കാണ് എത്തുക. അതുകൊണ്ട് തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലടക്കം ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വെള്ളപ്പൊക്കം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോഴും ചൂരൽമല ടൗണിൽ നിന്ന് അങ്ങോട്ട് മറുവശത്തേക്ക്, യഥാർത്ഥ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് ആർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം.
എന്താണെങ്കിലും ഈ പാലം പുനർനിർമ്മിക്കുക, എങ്ങനെയെങ്കിലും ആളുകളെ മറുവശത്ത് എത്തിക്കുക എന്നതിനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്.